പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂരജിന്റെ മനസ്സിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചിന്താമണി. ഇതോടെ ചിന്താമണിയാകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ചിന്താമണി പ്രതീക്ഷിച്ചതല്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ചിന്താമണി ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി. ഇതിന്റെ ഭാഗമായി നാരായണനെ ചെന്ന് കാണുകയാണ് ചിന്താമണി. നാരായണനോട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് നാരായണ. സൂരജിന്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ട് മീനു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്നതാണ് സൂരജിന്. ഇപ്പോഴോ സൂരജിന് ആ കാര്യങ്ങളെല്ലാം മാറി. മീനു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സ്നേഹമാണ് എനിക്ക് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ശക്തമായ സംശയം ഇപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നാണ്. ഏയ്, അങ്ങനെ വരാനൊന്നും സാധ്യതയില്ല. നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? പ്രണയമുണ്ട് എങ്കിൽ മീനു എന്നോട് ആ കാര്യം തുറന്നു പറഞ്ഞേനെ. ഇതുവരെ മീനു അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല അത്. പക്ഷേ എനിക്കുറപ്പാണ് അവർ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. വിഷുവിന്റെ അന്ന് ഇരുവരുടെയും നോട്ടം ശ്രദ്ധിച്ചിരുന്നോ? അപ്പോഴും മനസ്സിലായേനെ. ഏയ്, അത് നിനക്ക് തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് തോന്നിയതാകും. അല്ലാതൊന്നുമല്ല. മീനു എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് ഇടപെടുക. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറഞ്ഞത് നാരായണ. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ശരിയാക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചാൽ മതി. ചിലപ്പോൾ എനിക്ക് തെറ്റിയതാകാം. അങ്ങനെ തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. നീ ആ സംശയം മാറ്റണമെങ്കിൽ നേരിട്ട് പോയി സൂരജിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. എന്താണ് സൂരജിന്റെ മനസ്സിൽ? അത് തുറന്നു പറയാൻ ആവശ്യപ്പെടുക. അപ്പോൾ എന്തായാലും അറിയാമല്ലോ. തന്ത്രത്തിൽ നീ കാര്യങ്ങൾ ഇപ്പോൾ നീക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് അത് നല്ലൊരു ഐഡിയ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന നാരായണൻ സൂരജിനെ തന്ത്രത്തിൽ കാണാനുള്ള തീരുമാനം എടുക്കുകയാണ്. സൂരജിനെ ചെന്ന് കണ്ട് സൂരജിനോട് ഇതേ തുടർന്ന് സൂരജിന് എന്തെങ്കിലും മീനുവിനോട് പറയാനുണ്ടോ? ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാം. മീനുവിനോട് എനിക്കെന്ത് പറയാൻ? നീ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. നാരായണന് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അത് എന്നോട് പറയാം. ഏയ്, എനിക്കൊന്നും പറയാനില്ല. ഞാൻ സൂരജിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ സൂരജിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. എൻ്റെ മനസ്സിലോ? എൻ്റെ മനസ്സിൽ എന്ത്? എനിക്ക് മനസ്സിലായില്ല നീ ഉദ്ദേശിച്ചത് എന്താണെന്ന്. നീ കാര്യങ്ങൾ കൃത്യമായി എന്നോട് പറഞ്ഞാൽ ഞാൻ അത് ആലോചിച്ച് പറയാം. ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏ എനിക്ക് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. ആ, എനിക്കൊന്നും പറയാനില്ല. മീനുവിനോട് പറയാനുണ്ട് എങ്കിൽ തന്നെ ഞാൻ നേരിട്ട് പോയി പറഞ്ഞോളാം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ, അങ്ങനെയല്ലേ. അല്ല, മീനുവിനോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാ. എന്ത് താല്പര്യം? എനിക്ക് മീനുവിനോടോ? മനസ്സിലായില്ല. ഞാൻ എന്ത് താല്പര്യം അവളോട് കാണിക്കാനാണ്? എല്ലാവരോടും കാണിക്കുന്ന ഇത് തന്നെ ഉള്ളൂ അവളോടും. അല്ലാതെ മീനുവിന് എന്ത് പ്രത്യേകതയാണുള്ളത്? എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഏയ്, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അത് മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ. ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് നാരായണൻ പോയതിനെ തുടർന്ന് മീനുവിനെ കുറിച്ച് ആലോചിക്കുകയാണ് സൂരജ്. അപ്പോൾ സൂരജിന് ചിരി വരികയും ചെയ്യുന്നു. ഇതോടെ സൂരജ്, എന്താണ് മീനുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു ചിരി? എന്തോ എന്തു പറ്റിയെന്നറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സൂരജ് വീണ്ടും ജോലി ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് നാരായണൻ തൻ്റെ മനസ്സിലെ സംശയങ്ങൾ ഉറപ്പിക്കുന്നത്. ചിന്താമണിയെ ചെന്ന് കാണുന്ന നാരായണൻ, ചിന്താമണി,
നീ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഒരു ഒളിച്ചുകളി അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും ഇനി മീനുവിന്റെ ഭാഗത്ത് നിന്നുള്ള റിയാക്ഷൻ എന്താണ് എന്ന് എനിക്കറിയണം. ഞാൻ എന്തായാലും അവളെ കണ്ടു ഒന്ന് സംസാരിക്കട്ടെ. ഇത് കേൾക്കുന്ന ചിന്താമണി, ശരി, നീ വേഗം അതൊന്ന് ചെക്ക് ചെയ്യേ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.